ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ആൻറ്റിയമ്മയുടെ കിഡ്മാസ് പെർഫോമൻസ് ആണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അങ്ങനെ ആൻറ്റിയമ്മ അലിഗയിൽ എത്തുകയാണ്. ഷെയർ കൈമാറാനുള്ള ശരിയായ കാരണം എന്താണ്, താൻ ഇപ്പോൾ വെളിപ്പെടുത്താൻ പോവുകയാണെന്ന തീരുമാനം അവിടെ ആൻറ്റിയമ്മ ദേവിജിയോട് പറയുന്നുണ്ട്. ആ ഒരു സമയത്താണ് മാനസ അങ്ങോട്ട് വരുന്നത്. ആൻറ്റിയമ്മയുടെ വരവ് അവൾക്കൊട്ടും പിടിക്കുന്നില്ല. ഒരു കാലത്ത് ആൻറ്റിയമ്മ മാനസയുടെയും മാനസ ആൻറ്റിയമ്മയുടെയും മനസാക്ഷി സൂക്ഷിപ്പുകാരികളും അടുപ്പക്കാരികളുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു അടുപ്പത്തിൻ്റെ കടുകണി പോലും ഇരുവരുടെയും മനസ്സിലില്ല. മാനസയ്ക്ക് പക്ഷേ അന്നും ആൻറ്റിയമ്മയോട് ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. കാര്യം കാണാൻ വേണ്ടി ആൻറ്റിയമ്മയെ സോപ്പിട്ട് നിന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ ആൻറ്റിയമ്മയെ അങ്ങനെയില്ല, ശരിക്കും മനസ്സുകൊണ്ട് തന്നെയാണ് മാനസയെ ഇഷ്ടപ്പെട്ടത്. ആൻറ്റിയമ്മയുടെ വരവ് എന്തിനാണെന്ന് അറിഞ്ഞുകൊണ്ടാണെന്ന് അറിയാതെ മാനസ എന്തിനാ നിങ്ങളും ഇങ്ങോട്ട് വന്നതെന്ന് നീരസം കലർന്ന ഭാവത്തോടെ ആൻറ്റിയമ്മയോട് ചോദിക്കുന്നു. എന്തിനാണ് വന്നതെന്ന് മനസ്സിലായില്ലേന്ന് പല്ലിറുമ്മിക്കൊണ്ട് ആൻറ്റിയമ്മ പറയുന്നുണ്ട്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, നിങ്ങൾ ഇവിടെ നിന്ന് ഈ നിമിഷം പോകണം, പറയുന്നത് കേട്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മാനസ ഒച്ച വെച്ചപ്പോൾ സ്റ്റാഫ്സൊക്കെ വന്ന് ചേരുന്നുണ്ട്. അവരുടെ മുന്നിൽ വെച്ച് കരണം തീർത്ത് ഒരു അടി പൊട്ടിക്കുന്നുണ്ട് മാനസയുടെ നേരെ ആൻറ്റിയമ്മ. ഇത് കേട്ടതോടെ മാനസ ആകെ നാണം കെട്ട് ചൂളാണ്. സ്റ്റാഫുകളുടെ മുന്നിൽ വെച്ചാണ് അവരുടെ കൈ തൻ്റെ കവിളിൽ പതിഞ്ഞത് എന്ന ചിന്ത മാനസയെ ഭ്രാന്ത് പിടിപ്പിക്കുകയാണ്. ആൻറ്റിയമ്മയാണെങ്കിൽ മാനസമയെ എങ്ങനെ പിടിച്ചു നിർത്തുന്നുണ്ട് പല്ലുറിമ്മിക്കൊണ്ട്. കൃപയോട് അങ്ങനെ കാണിച്ചതിൻ്റെ ദേഷ്യം കൂടിയാണ് കേട്ടോ ആൻറ്റിയമ്മ തീർക്കുന്നത്. പിന്നീട് ദേവിജി ആരോടോ ഇന്ന് വരവിൻ്റെ ഒറ്റ വരവ് ആൻറ്റിയമ്മയെ സൂക്ഷിച്ച ചരിത്രമാണെന്ന് പറയുന്നുണ്ട്. പിന്നീട് ഈ അപമാനം സഹിച്ചതിൻ്റെ ദേഷ്യം മനസ്സിലിട്ട് മാനസ കണക്ക് തീർക്കുന്നത് നമ്മുടെ പാവം കൺമണിയോടാണ്. കൺമണിയോട് എന്തോ കാരണം പറഞ്ഞ് കവളിനിട്ട് അടിക്കുന്നുണ്ട് മാനസ. ഇത് കണ്ടുകൊണ്ടുവരുന്ന കൃഷ് മാനസയ്ക്ക് ദേഷ്യത്തോടെ വിളിക്കുകയാണ്. പിന്നീട് കൺമണിയുടെ വീട്ടിൽ വേറെ ഇഷ്യൂസൊക്കെ നടക്കുകയാണ്. സുജാത ധനലക്ഷ്മി എന്തോ വേണ്ടാധീനം പറഞ്ഞതിന് അവരുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നുണ്ട്. നിന്റെ ഉദാഹരണം കൊള്ളാമെന്നും പക്ഷേ അത് ആവശ്യമുള്ളിടത്തെ പറയാവൂ എന്നും പറഞ്ഞുകൊണ്ട് ശ്രീനി നല്ല താക്കീതും കൊടുക്കുന്നുണ്ട് കേട്ടോ ധനലക്ഷ്മിക്ക്.